ത്രിയേക ദൈവത്തിന് സ്തുതി. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവവചനത്തോട് ചേർന്നായിരിക്കുവാൻ ദൈവം തന്ന വലിയ അനുഗ്രഹത്തിനായിട്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ജീവിതത്തിൽ കരയാത്തവരായിട്ട് ആരുമുണ്ടാവില്ല. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മുടെ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന സംഭവങ്ങൾ അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണുനീരൊഴുക്കി ജീവിതം അവസാനിക്കുന്നത് വരെ ആ കണ്ണുനീരോട് കൂടി തന്നെ കഴിയുന്ന അനേകം ആളുകളുണ്ട്. ചില ആളുകൾ സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, ഈ കണ്ണുനീരൊഴിഞ്ഞിട്ട് എനിക്കൊരിക്കലും നേരമില്ലല്ലോ. എന്താണ് ഈ കണ്ണുനീര്? നമ്മുടെ ജീവിതത്തിൽ ഈ കണ്ണുനീര് കൊണ്ട് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ആരെങ്കിലും നമ്മൾ വേദനിപ്പിച്ച് കഴിയുമ്പോൾ, ആരെങ്കിലും നമ്മുടെ ഹൃദയത്തിൻ്റെ നൊമ്പരത്തെ ഉണർത്തി കഴിയുമ്പോൾ നമുക്ക് കണ്ണുനീര് വരും. സ്ത്രീകളും കരയാറുണ്ട്, പുരുഷന്മാരും കരയാറുണ്ട്. പൊതുവെ പുരുഷന്മാർ കരയുന്നത് അധികം ആരും പുറത്ത് കാണുന്നില്ലെന്ന് മാത്രം. പക്ഷേ ഉള്ളം നുറങ്ങി പലപ്പോഴും അവരും കരയുന്നുണ്ട്. വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശുക്രിസ്തു കരയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നാമത് നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ ആ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന ലാസറിൻ്റെ കല്ലറയ്ക്കൽ വെച്ച് കർത്താവ് കണ്ണുനീർ വാർത്തതായിട്ട് പറയുന്നു. പിന്നെ യെരുശലേമിനെ കുറിച്ച് ഓർത്ത് കർത്താവ് കരയുന്നുണ്ട്. പിന്നീട് ഒരു കരച്ചിൽ കാണുന്നത് ഗത്സമനെ തോട്ടത്തിൽ കയറി വന്ന് ഉള്ളം നുറങ്ങി ഭാരപ്പെട്ട് കർത്താവ് ആ രക്തം കണ്ണുനീരായി വിയർപ്പ് തുള്ളികളായിട്ട് രക്തമായിട്ട് വീണ് ഒത്തിരി നൊമ്പരപ്പെട്ട് കർത്താവ് കരയുന്നുണ്ട്, ഭാരപ്പെടുന്നുണ്ട്. കരച്ചിൽ ഏതൊരു ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പിതാക്കന്മാർ അതിനെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. ഈ ഫിലോക്കാലിയ എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവമാണ്, ഒരു കാര്യമാണ്. ആദാമും ഹവ്വായും പാപം ചെയ്ത് വീണ് പോയി കഴിഞ്ഞപ്പോൾ ആദാം പാപം ചെയ്ത് വീണ് ആ പർദീസയിൽ നിന്ന് അവനെ പുറത്താക്കപ്പെടുമ്പോൾ, ദൈവം നീതിമാനാണ്, അതുകൊണ്ട് തന്നെ പാപം ചെയ്തവനെ ആ പർദീസയിൽ പുറത്തിറക്കി കഴിയുമ്പോൾ ആദാം വളരെ വേദനയോടെ ഭാരത്തോടുകൂടി ഇങ്ങനെ പുറത്തേക്ക് പോകുന്നത് മുകളിൽ നിന്ന് കാണുന്ന ദൈവം അവനെ തിരികെ പർദീസയിൽ കയറ്റുവാൻ വേണ്ടി ഒരു വരം കൊടുക്കുവാനായിട്ട് തീരുമാനിച്ചു. ആ വരമാണ് കണ്ണുനീരിൻ്റെ വരമെന്ന് പറയുന്നത്. നഷ്ടപ്പെട്ട പർദീസ വീണ്ടെടുക്കുവാനായി ദൈവം മനുഷ്യനെ നൽകിയിരിക്കുന്ന വരദാനമാണ് കണ്ണുനീർ. വേദപുസ്തകം അതാണ് അടയാളപ്പെടുത്തുന്നത്. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. കണ്ണുനീരോടുകൂടി ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതങ്ങളൊക്കെ അനുഗ്രഹപൂർണമായി തീരും നമുക്ക് കാണുവാൻ സാധിക്കും. ചില പ്രതിസന്ധികളും ചില പ്രയാസങ്ങളും ചില രോഗങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും കണ്ണുനീർ ഒഴുക്കാറുള്ളത്. നമ്മളേറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മളുടെ ജീവിത പങ്കാളി ചില വാക്കുകളിലൂടെ നമ്മളെ വേദനിപ്പിക്കുമ്പോൾ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വാക്കുകൾ പലപ്പോഴും ജീവിത പങ്കാളിയിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ ഉള്ളം നൊമ്പരപ്പെടാറുണ്ട്. അത് ഭാര്യയുടെ ആണെങ്കിലും ഭർത്താവിൻ്റെ ആണെങ്കിലും. മക്കൾക്ക് വേണ്ട സ്നേഹവും വാത്സല്യവും ഒക്കെ ധാരാളം കൊടുത്ത് മക്കൾ നന്നായി വരണമെന്ന് ആഗ്രഹിച്ച് ഇല്ലായ്മയിൽ അവരെ അത് അറിയിക്കുക പോലും ചെയ്യാതെ അവരെ വളർത്തി വലുതാക്കി കൊണ്ടുവരുമ്പോൾ മുതിർന്നു വരുന്ന മകനോ മകളോ ചില വാക്കുകളിലൂടെ നമ്മളെ കരയിപ്പിക്കാറുണ്ട്. അത് കണ്ണുനീർ പൊടിയുന്നില്ലെങ്കിലും ഹൃദയത്തിൽ ആ സങ്കടം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ചെറിയ ചെറിയ വാക്കുകളാണെങ്കിൽ പോലും മറ്റുള്ളവരെ സങ്കടത്തിലേക്ക് കടത്തിവിടുന്നുണ്ട്. ഒരിക്കൽ ഒരു ബഹുമാനപ്പെട്ട അച്ഛൻ പങ്കുവച്ചതായ ഒരു അനുഭവമാണ്. വളരെ ചെറുപ്പത്തിലെ തന്നെ വിവാഹം കഴിഞ്ഞതായ ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി ഒരു സ്പോർട്സിലൊക്കെ അല്പം ഇച്ചിരി താല്പര്യമൊക്കെ ഉള്ള ആളായിരുന്നതുകൊണ്ട് തന്നെ ഒത്തിരി സ്ഥലങ്ങളിലൂടെയൊക്കെ കടന്നു പോവുകയുണ്ടായി. അങ്ങനെ ഏതോ ഒരു സ്ഥലത്ത് വെച്ച് ഒരു സ്പോർട്സ് ഐറ്റത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് അവളിങ്ങനെ അവർക്ക് ഒരു അപകടമുണ്ടായി. അവൾക്ക് വല്ലാത്ത ബ്ലീഡിംഗ് ഉണ്ടായി. അങ്ങനെ രക്തം ഇങ്ങനെ നിൽക്കാതെ വന്നപ്പോൾ അവൾ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് പറഞ്ഞപ്പോൾ ഡോക്ടർ അവർക്ക് സജസ്റ്റ് ചെയ്തൊരു കാര്യം ഇതാണ്: അവളുടെ ഗർഭപാത്രം എടുത്തു കളയണം, അത് മാത്രമേ മാർഗമുള്ളൂ. അപ്പോൾ കുഞ്ഞുങ്ങളെ സ്വപ്നം കാണുന്ന ഒരു കുടുംബജീവിതമൊക്കെ സ്വപ്നം കാണുന്ന ആ പെൺകുട്ടി ആദ്യം അത് വേണ്ടാന്ന് പറയുകയായിരുന്നു ചെയ്തത്.
പക്ഷെ അത് നിങ്ങളുടെ ജീവനെ തന്നെ ബാധിക്കുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ഗർഭപാത്രം എടുത്തു മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവളത് സമ്മതിച്ചു. അതിനുശേഷം അവളിങ്ങനെ വിശ്രമ ജീവിതം നയിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവളുടെ അച്ഛൻ അപ്പൻ്റെ പെങ്ങൾ അവളെ കാണാനായിട്ട് വന്നത്. വന്ന് സംസാരിച്ച കൂട്ടത്തിൽ ആ സ്ത്രീ അവളോട് ഇങ്ങനെ ഇപ്രകാരം പറയുകയാണ്, എന്തായാലും ഇത് നന്നായി, കാരണം നീ ഈ കുടുംബത്തിന് ചീത്തപ്പേര് വരുത്തി വെക്കില്ലല്ലോ. ഇതവളുടെ ഒരു 20-21 വയസ്സിൽ സംഭവിച്ചൊരു കാര്യമാണ്. ആ അച്ഛൻ പെങ്ങൾ അപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. 80 വയസ്സായിട്ടും ഈ സ്ത്രീ അതിനെക്കുറിച്ച് ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരോ പറഞ്ഞൊരു പാഴ്വാക്ക്, പക്ഷെ അതിനെക്കുറിച്ച് ഓർത്ത് ഇങ്ങനെ ഉള്ളിൽ നൊമ്പരപ്പെട്ട് ഭാരപ്പെട്ട് കണ്ണുനീരൊഴുക്കിക്കൊണ്ടിരിക്കുന്നതായ ഒരു സ്ത്രീ. ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് പറയാനുണ്ടാകും. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ കരഞ്ഞു തീർത്തിട്ടുള്ളതായ ഓരോ അനുഭവങ്ങളെക്കുറിച്ച്. ഈ കണ്ണുനീരിൻ്റെയൊക്കെ കാരണം, അല്ലെങ്കിൽ കണ്ണുനീരിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഇങ്ങനെ കരയാനാണെങ്കിൽ പിന്നെ എന്താണ് ജീവിതം? ജീവിതമെന്ന് പറയുന്നത് ഒരു സന്തോഷമുള്ളതല്ലേ, ഒരാനന്ദമുള്ളതല്ലേ? എല്ലാവരും ആഗ്രഹിക്കുന്ന സന്തോഷഭരിതമായൊരു ജീവിതമല്ലേ? പക്ഷെ ഇങ്ങനെ കരയാനുള്ളതാണ്. ആരുടെയെങ്കിലും വാക്കുകൾ കേട്ട് കരയാൻ, അല്ലെങ്കിൽ ആരെങ്കിലും നൊമ്പരപ്പെടുത്തിയ ആ നൊമ്പരങ്ങളെക്കുറിച്ച് ഓർത്ത് കണ്ണുനീരൊഴുക്കാനുള്ളതാണോ എൻ്റെ ജീവിതം? കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് അവനെ അനുഗമിക്കുന്നവരൊക്കെ ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെട്ട് ഈ ലോകത്തിൻ്റെ ഒരു ജീവിത ശൈലിയിൽ തന്നെ ഒരു മാറ്റം വരുത്തത്തക്ക വിധത്തിൽ ജീവിച്ച് നമുക്ക് കാണിച്ചു തന്ന ദൈവം, ആ ക്രിസ്തുവിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരിക്കലും കരയേണ്ടി വരില്ല. അല്ലെങ്കിൽ ആ കരച്ചിലിനെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. ഈ കരയുന്നത് ജീവിതത്തിൻ്റെ അനുഗ്രഹമാണെന്ന് ചിന്തിക്കുവാൻ സാധിക്കുന്നത് യേശു ക്രിസ്തുവിനെ നോക്കുമ്പോഴാണ്. കാരണം നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ വേദനകളും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ രോഗങ്ങളുമൊക്കെ യഥാർത്ഥമായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരാളാണ് നമ്മളുടെ ദൈവമാകുന്ന ക്രിസ്തു എന്ന് പറയുന്നത്. കാരണം ഒരാളുടെ സങ്കടം മറ്റൊരാൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അയാൾ കടന്നുപോയിട്ടുള്ള വേദനകളിലൂടെ ഈ മറ്റേയാൾ കടന്നു പോയിട്ടുണ്ടാകണം. കാരണം എൻ്റെ വേദന ഞാൻ ഒരാളോട് പങ്കുവെക്കുമ്പോൾ അയാൾക്ക് എന്നെ മനസ്സിലാക്കണമെങ്കിൽ, ഞാൻ പറയുന്ന വേദനയുടെ ആഴം തിരിച്ചറിയണമെങ്കിൽ, അയാൾ ആ വേദനയിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ടും അയാൾക്ക് എൻ്റെ വേദന എന്താണെന്ന് മനസ്സിലാകും. അങ്ങനെയാണെങ്കിൽ ഈ കരയുന്ന ആളുകൾ, ഈ വേദനിക്കുന്ന ആളുകൾ, ഭാരപ്പെടുന്നവർ, കണ്ണുനീരൊഴുക്കുന്നവർ യേശു ക്രിസ്തുവിനെ ഒന്ന് നോക്കിയാൽ മാത്രം മതി. നിങ്ങൾ ഓർത്ത് നോക്ക്, ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ ദൈവാലയത്തിൽ പോകുന്നൊരു ദിവസം ദുഃഖവെള്ളിയാഴ്ച ദിവസമാണ്. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? മറ്റുള്ള ദിവസങ്ങളിലൊക്കെ പ്രസംഗിക്കപ്പെടുന്ന ക്രിസ്തുവിനേക്കാൾ കൂടുതൽ ദുഃഖവെള്ളിയാഴ്ചത്തെ ക്രിസ്തുവിനൊരു പ്രത്യേകതയുണ്ട്. കാരണം എന്താണ്? അന്ന് പ്രസംഗിക്കപ്പെടുന്ന ക്രിസ്തു മുഴുവനും സഹനങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള ക്രിസ്തുവാണ്, പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്തുവാണ്, കരയുന്ന ക്രിസ്തുവാണ്, ഒത്തിരി വേദന അനുഭവിക്കുന്ന ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിൻ്റെ ജീവിതവും നമ്മളുടെ ജീവിതവുമായിട്ട് ഒത്തിരി സാമ്യമുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ വല്ലാതെ ഭാരപ്പെടുന്നവരാണ്, വല്ലാതെ കരയുന്നവരാണ്, നൊമ്പരപ്പെടുന്നവരാണ്, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടവരാണ്. നമ്മൾ ക്രൂശുമരണത്തിന് തുല്യമായ കുരിശ് വഹിച്ചുകൊണ്ട് പോകുന്നവരാണ്. അതുകൊണ്ട് അന്ന് പറയുന്ന ക്രിസ്തുവിനെക്കുറിച്ച് നമുക്കൊരുപാട് ജീവിതവുമായിട്ട് ബന്ധമുള്ളതാണ്. അതുകൊണ്ട് ആളുകൾ ഓടിയെത്തുന്നു. ആ ക്രിസ്തുവിനെ നമ്മളൊന്ന് നോക്കിയാൽ മതി, നമുക്കൊരാശ്വാസം കിട്ടും. എൻ്റെ വേദനകളും എൻ്റെ പ്രയാസങ്ങളും ദുഃഖങ്ങളും അറിയാവുന്ന ഒരാളുണ്ടെന്നുള്ള ചിന്ത മാത്രം മതി നമ്മുടെ ജീവിതത്തിൽ വളരെ വളരെ പ്രകാശത്തോടു കൂടിയിട്ട് ജീവിക്കുവാനായിട്ട്. ഒരിക്കലും ഒരാൾ, വളരെ ദൂരെ ദേശത്ത് ജോലി ചെയ്യുന്ന ഒരാൾ വിളിക്കുകയുണ്ടായി. അദ്ദേഹം പങ്കുവച്ചതായ ഒരു അനുഭവം എന്ന് പറയുന്നത്, അദ്ദേഹം വളരെ പ്രതീക്ഷയോടുകൂടി, വളരെ പ്രത്യാശയോട് കൂടിയിട്ടാണ് ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്തു വന്നത്. പ്രാർത്ഥനയ്ക്കായിട്ട് പള്ളിയിൽ പോകുന്നുണ്ട്, 2 നേരം പ്രാർത്ഥിക്കുന്നുണ്ട്, അതുപോലെ നോമ്പ് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്, എല്ലാവിധമായിട്ടുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നുണ്ട്. പക്ഷേ ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞിട്ടും എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെ പ്രതീക്ഷയോട് കൂടിയിരുന്ന എൻ്റെ മക്കൾ അത് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല വളരുന്നത്. കാരണം ഞാനിതെല്ലാം അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്.
പക്ഷേ എൻ്റെ മക്കളുടെ ജീവിതം എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റായിട്ടാണ്. അവർക്ക് ഇതിനോടൊരു താല്പര്യവുമില്ല. അവർക്ക് ഈ ലോകത്തിൻ്റേതായ മറ്റു പല കാര്യങ്ങളിൽ വ്യാപൃതരായി പോകുന്നതിനാണ് അവർക്ക് താല്പര്യം. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഇത് ഒരാളുടെ അനുഭവമല്ല, ഇത് ഒരുപാട് ആളുകളുടെ അനുഭവമാണ്. ഈ ലോക ജീവിതത്തിൽ ഒത്തിരി പേർക്ക് പറയാനുണ്ടാവുന്ന പരാതികളിലൊന്നാണ്, ഞാൻ നന്നായിട്ട് തന്നെ ജീവിക്കുന്നത്, ഞാൻ അങ്ങനെ ഇതുവരെയും ജീവിച്ചിട്ടുള്ളൂ, ആർക്കും ഞാൻ ഉപദ്രവം ഉണ്ടാക്കിയിട്ടില്ല, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ്? ചില രോഗങ്ങൾ വരുന്നവർ പറയാറുണ്ട്, ഞാൻ ഒരാൾക്കൊരു തെറ്റും ചെയ്തിട്ടില്ല, രോഗികളെ സഹായിക്കുക മാത്രം ചെയ്തിട്ടുള്ളൂ, പക്ഷേ എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ ഈ സങ്കടം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഈ സങ്കടത്തിലൂടെ, ഈ വേദനയിലൂടെ ഞാൻ കടന്നു പോകുന്നത്? ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ പലരും പറയുന്നുണ്ട്. സാമ്പത്തികമായി കടബാധയിൽ ബുദ്ധിമുട്ടിരിക്കുന്നവർ, ഇവരൊക്കെ ഉള്ളും നൊമ്പരപ്പെട്ട് കണ്ണുനീരൊഴുക്കുന്നവരാണ്, കരയുന്നവരാണ്. അതിനായിട്ട് പണ്ട് കേട്ടിട്ടുള്ള ഒരു കൊച്ചു കഥയുണ്ട്. ആ കഥ മറ്റൊന്നുമില്ല. ഈ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ഒരു ചെറുപ്പക്കാരനെ വിവാഹം കഴിച്ചൊരു പെൺകുട്ടിയുണ്ട്. പ്രത്യേകിച്ച് തൊഴിലൊന്നുമില്ല അയാൾക്ക്. അയാളിങ്ങനെ അലഞ്ഞിരിഞ്ഞെടുക്കണം. പക്ഷേ അയാളെ വല്ലാതായിട്ട് സ്നേഹിച്ചു. അവൾ അയാളെ വിവാഹം കഴിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു രാത്രിയിൽ ഈ പെൺകുട്ടിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. കാരണം ഇയാളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്, എവിടെയാണെന്ന് അറിയുന്നില്ല, ഇന്ന് രാത്രി എത്തിച്ചേർന്നിട്ടില്ല. അപ്പോൾ ഈ രാത്രി മുഴുവൻ ഇയാൾ എവിടെയായിരിക്കുമെന്ന ചിന്ത അവൾ അലട്ടാൻ തുടങ്ങി. പുറത്താണ് ഈ കോരിച്ചൊരിയുന്ന മഴ, നന്നായിട്ട് ഇടി വെട്ടുന്നുണ്ട്, നല്ല കാറ്റടിക്കുന്നുണ്ട്. അയാളിപ്പോൾ എവിടെയായിരിക്കും? ആ പെൺകുട്ടിയുടെ ഉള്ളം കടന്നുകൊണ്ട് ഇങ്ങനെ ഭാരപ്പെടാൻ തുടങ്ങി. അവൾ ഉറങ്ങുന്നില്ല. അപ്പോൾ അവളൊരു കാര്യം മുറിവിന് ചുറ്റും നടക്കാൻ തുടങ്ങി. അപ്പോൾ അവളിങ്ങനെ ചിന്തിക്കുകയാണ്, അയാളിപ്പോൾ ഈ മഴ വന്നപ്പോൾ മഴ മാറാനായിട്ട് ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ വരാന്തയിൽ കയറിയിരിക്കുന്നു. അപ്പോൾ അതുവഴി ഒരു റെയിൽവേ പോലീസ് വരികയാണ്. റെയിൽവേ പോലീസ് അയാളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എവിടെ പോകാനാണ്? എനിക്കെങ്ങും പോകാനില്ല, ഞാൻ മഴ മാറാനായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. അയാൾ മറുപടി പറയുന്നു. റെയിൽവേ പോലീസ് അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു ബോർഡ് ചൂണ്ടിക്കാണിക്കുന്നു. ആ ബോർഡ് അയാൾ ഇങ്ങനെ വായിച്ചു, യാത്രക്കാർ വിശ്രമിക്കുന്ന സ്ഥലം. പോലീസ് അയാൾ ചോദിക്കുകയാണ്, നിങ്ങൾക്കെങ്ങും പോകാനില്ലല്ലോ? ഇല്ല, എന്നാൽ പുറത്തേക്ക് വയ്ക്കും. അയാളെ ആ കോരിച്ചൊരിയുന്ന മഴയിലേക്ക് തള്ളിവിടുന്നു. ഇതാണ് ഈ വീട്ടിൽ ഉറങ്ങാതെ കിടക്കുന്ന ഈ പെൺകുട്ടി ചിന്തിക്കുന്നത്. അവൾക്ക് ഉറക്കം വരുന്നില്ല. അയാൾ ഈ മഴ നനഞ്ഞ് തണുപ്പടിച്ച് വല്ലാതെ വിറങ്ങലിച്ച് അവൾ പോകുന്നത് കൊണ്ട് ഞാനിങ്ങനെ സഹിക്കും. അവളൊരു കാര്യം ചെയ്തു, ആ ഭവനത്തിൻ്റെ ജനാല മലർക്കി അങ്ങ് തുറന്നിട്ടിട്ട് തൻ്റെ ഇരു കൈകളും ജനാലയിലൂടെ പുറത്തേക്കിട്ടിട്ട് അവൾ ഇങ്ങനെ പറഞ്ഞു, അവൻ കൊള്ളുന്ന മഴയെ, അവനെ തടിപ്പിക്കുന്ന കാറ്റെ, എന്നെയും തൊടാതെ പോകരുതേ. അവൻ കൊള്ളുന്ന മഴയെ, അവനെ തണുപ്പിക്കുന്ന കാറ്റെ, എന്നെയും തൊടാതെ പോകരുതേ. കോരിച്ചൊരിയുന്ന മഴയിൽ ആ തുറന്നിട്ട ജാലകത്തിലൂടെ തൻ്റെ കൈകൾ മാത്രം പുറത്തേക്കിട്ട് ഒരു പെൺകുട്ടി ആ വലിയ മഴ കൊള്ളാൻ ശ്രമിച്ചാലും വലിയ കാറ്റടിക്കാൻ ശ്രമിച്ചാൽ എത്രമാത്രം കാറ്റ് അവൾ കൊള്ളും, എത്രമാത്രം മഴ കൊള്ളാൻ പറ്റും? അത്രമാത്രമെങ്കിലും. താൻ സ്നേഹിക്കുന്ന പുരുഷൻ ഇതുപോലെ കോരിച്ചൊരിയുന്ന മഴയിൽ വല്ലാതെ ബുദ്ധിമുട്ടി പോകുമ്പോൾ അവന് വേണ്ടി ഇവിടെ ഇരുന്ന് എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇത്രമാത്രമെങ്കിലുമാണ്. അവൻ്റെ ആ വേദനയുടെ ഒരംശം ഞാനിവിടെ അനുഭവിച്ചാലാണ് എൻ്റെ അവനോടുള്ള സ്നേഹം റിയലായിട്ടുള്ള യഥാർത്ഥത്തിലുള്ള സ്നേഹമായി മാറൂ എന്ന് ചിന്തിച്ചുകൊണ്ട് ആ ചെറിയ പെൺകുട്ടി അത്രമാത്രം ചെയ്തെങ്കിൽ ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സങ്കടങ്ങളെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ കാണണം. നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശു ക്രിസ്തു, അവൻ ദൈവമാണ്. അവൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യൻ്റെ കൂടെ വസിച്ചു. അവൻ്റെ ജീവിതത്തിൽ ചെറിയ പ്രായം മുതലേ തന്നെ അവഗണനകളും സങ്കടങ്ങളും ഏറ്റുവാങ്ങി ദൈവം മനുഷ്യനോട് ചേർന്ന് ജീവിച്ചു, കഷ്ടപ്പെട്ടു, ഒത്തിരി കുറ്റങ്ങളെ ഏൽക്കേണ്ടി വന്നു, ഒത്തിരി പഴിചാരലുകളിലൂടെ കടന്നു പോകേണ്ടി വന്നു. അവസാനം ഒരു മനുഷ്യൻ ഭൂമിയിൽ കിടന്ന് മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ രക്തം ആ ഭൂമിക്ക് ശാപമാകുമെന്നുള്ളത് കൊണ്ട് ഭൂമിക്കും ആകാശത്തിനും ഇടയിൽ വെച്ച് അവനെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി കണ്ടുപിടിച്ച നികൃഷ്ടമായിരിക്കുന്ന ശിക്ഷാരീതിയാകുന്ന ക്രൂശ് മരണം വരെ അവൻ ഏറ്റുവാങ്ങി കടന്നുപോയി. അവൻ അനുഭവിച്ച സങ്കടം, അവൻ അനുഭവിച്ച വേദന, കുരിശ് ചുമന്നുകൊണ്ട്
മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചിട്ടും യാതൊരു തെറ്റും ചെയ്യാതെയും പീഡനങ്ങളിലൂടെയും താടനങ്ങളിലൂടെയും മറ്റുള്ളവരെ സുഖപ്പെടുത്തുകയും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുകയും മറ്റുള്ളവരുടെ വേദന ശമിപ്പിക്കുകയും ചെയ്തവനെ ചാട്ടവാറ് കൊണ്ടടിച്ച് കണ്ണുനീരൊഴുക്കി അവൻ കടന്നുപോയപ്പോൾ അവൻ അനുഭവിച്ച വേദനയുടെ ഒരു ഇത്തിരിയെങ്കിലും, അവൻ ഒഴുക്കിയ കണ്ണുനീരിൻ്റെ അല്പമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ഒഴുക്കുമ്പോഴല്ലേ അവനോടുള്ള നമ്മുടെ സ്നേഹം യഥാർത്ഥമായി തീരുന്നത്. യേശുക്രിസ്തുവിനോടുള്ള നമ്മുടെ സ്നേഹം ക്രിസ്ത്യാനികൾക്ക് പ്രതിഫലിപ്പിക്കണമെങ്കിൽ ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൽ ചില സങ്കടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരാം, ചില വേദനകളുണ്ടാകാം, ചെയ്യാത്ത തെറ്റിന് വരെ നമ്മൾ പീഡിപ്പിക്കപ്പെടും, ചിലപ്പോൾ കുറ്റാരോപണങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. ഞാൻ എത്രയൊക്കെ നന്മ ചെയ്തിട്ടും എൻ്റെ ജീവിത പങ്കാളിയും എൻ്റെ മക്കളും എൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ള വേദന ഉള്ളിൽ പേറിക്കൊണ്ട് നടക്കുന്നുണ്ട് എങ്കിൽ ക്രിസ്തു അത് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവിനോടുള്ള നമ്മുടെ സ്നേഹത്തെ പ്രതി നമുക്കതിനെ കുലീനമായിട്ട് നേരിടാൻ സാധിക്കണം. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെന്ന് കഷ്ടതകളിലേക്ക് ചാടേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വിളമ്പി വയ്ക്കുന്നതായ ചില കഷ്ടതകളുണ്ടല്ലോ, എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പിലേക്ക് ദൈവം വിളമ്പി തരിക എന്നറിയില്ല. പ്രതീക്ഷയോട് കൂടെ പോകുന്ന നമ്മുടെ ജീവിതത്തിൽ ചില ദുരന്തങ്ങൾ നമ്മളെ വല്ലാതെ ഇങ്ങനെ പിടിച്ചു കുലുക്കും. പ്രതീക്ഷയ്ക്ക് അപ്രതീക്ഷിതമായ സംഭവങ്ങൾ, ജീവിതത്തിൻ്റെ ബഡ്ജറ്റ് തെറ്റിക്കുന്നതായ പല ചെലവുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം, അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന. അതൊക്കെ നമ്മൾ ഇങ്ങനെ ഭാരപ്പെട്ട് ബുദ്ധിമുട്ടി പല കുറ്റപ്പെടുത്തലുകളിലും പഴിചാരലുകളിലും ഒക്കെ ഉഴന്ന് നമ്മൾ ജീവിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഒറ്റക്കാര്യം ചിന്തിക്കുക, യേശുവിൻ്റെ പിന്നാലെ വരുന്നവർ അവൻ്റെ കുരിശെടുത്ത് അവനെ അനുഗമിക്കണമെന്ന വചനം യഥാർത്ഥത്തിൽ എങ്ങനെയാണ്? ചില കഷ്ടതകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ്, ചില സങ്കടങ്ങളിലൂടെ, ചില കണ്ണുനീരുകളിലൂടെ. ആ കണ്ണുനീര് നമ്മളെ ശുദ്ധീകരിക്കുവാനുള്ളൊരു വരദാനമാണ്. ചിലപ്പോൾ തെറ്റുകളിലൂടെ കടന്നു പോകുമ്പോൾ ആ തെറ്റിൽ നിന്ന് നമ്മളെ ഒന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി ചില സങ്കടങ്ങളുണ്ടാകാം, ചില വേദനകളുണ്ടാകാം. മാർഗരറ്റ് ഫിഷ്ബാക്കി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരിയുടെ ഒരു കൊച്ചുകഥ ഇപ്രകാരം വായിക്കാനിടയായി തീർന്നു. മണൽപ്പരപ്പിലൂടെ നടക്കുന്ന കാൽപ്പാടുകൾ, മണൽപ്പരപ്പിലുള്ള കാൽപ്പാടുകൾ എന്ന് പറയുന്ന ഒരു ഇതിവൃത്തമാണത്. അതിൽ ഒരു മനുഷ്യനിങ്ങനെ സ്വപ്നം കാണുകയാണ്. അദ്ദേഹത്തിന് മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെട്ട് നിനക്ക് എന്ത് വരമാണ് തരേണ്ടത്? അപ്പോൾ ദൈവത്തോട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് അബ്രഹാം ഹാനോക്കൊക്കെ ദൈവത്തോട് കൂടെ നടന്നു, അങ്ങ് എൻ്റെ കൂടെ നടക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. ആയിക്കോട്ടെ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. അങ്ങനെ ഇവൻ ഈ സ്വപ്നം കാണുകയാണ്. ഒരു മരുഭൂമിയിലെ മണൽപ്പരപ്പിലൂടെ ദൈവവും ഇവനെ നടന്നു പോകുന്നു. അവിടെ പതിയുന്ന 4 കാൽപാദങ്ങൾ, 2 ഇവൻ്റേതും 2 ദൈവത്തിൻ്റേതും. അങ്ങനെ ഇവരിങ്ങനെ നടന്നു പോകുന്നതായ സന്ദർഭത്തിൽ കുറേ ദൂരം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ 2 കാണുന്നില്ല. അവൻ വല്ലാത്ത അങ്കലാപ്പായി. അയ്യോ, എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ ദൈവം എപ്പോഴോ എന്നിൽ നിന്ന് അപ്രത്യക്ഷപ്പെട്ടു പോയിരിക്കുന്നു. അയാൾ ചിന്തിച്ചു, എൻ്റെ ജീവിതത്തിൽ കഷ്ടതകൾ ഉണ്ടായപ്പോൾ, രോഗങ്ങൾ വന്നപ്പോൾ, ചില കണ്ണുനീരിലൂടെ ഞാൻ കടന്നു പോയപ്പോൾ ദൈവം എൻ്റെ കൂടെ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് 2 കാൽപാദം അപ്രത്യക്ഷമായിരിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നത്. ഇയാൾ സങ്കടത്തോടു കൂടി ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, അങ്ങെൻ്റെ മുമ്പിലുണ്ടാകും, എൻ്റെ കൂടെ ഉണ്ടാകും, കൂടെ നടക്കുമെന്ന് ഉറപ്പ് തന്നതല്ലേ, പിന്നെ എൻ്റെ സങ്കടഘട്ടങ്ങളിൽ തന്നെ അങ്ങനെ വിട്ടുപോയത് എന്തിനാണ്? അപ്പോൾ പെട്ടെന്ന് തന്നെ ദൈവം അയാൾ ചോദിച്ചു, എങ്ങനെയാണ് ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല എന്ന് നീ മനസ്സിലാക്കിയത്? അയാൾ പറഞ്ഞു, ഞാൻ 4 കാൽപാദം ഞാൻ കണ്ടിരുന്നു, 2 എൻ്റേത് 2 അങ്ങയുടേതും. പക്ഷേ കുറേ ദൂരം പിന്നിട്ടപ്പോൾ 2 അപ്രത്യക്ഷമായിരിക്കുന്നു, അങ്ങ് എന്നിൽ നിന്ന് വിട്ടുപോയതായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ദൈവം അവനോട് പറയുകയാണ്, മകനെ, നീ ഇപ്പോൾ കാണുന്ന 2 കാൽപാദങ്ങളുണ്ടല്ലോ, അത് നിൻ്റേതല്ല, അതെൻ്റേതാണ്. നിൻ്റെ ജീവിതത്തിൽ സങ്കടങ്ങളുണ്ടായപ്പോൾ, പ്രയാസങ്ങളും രോഗങ്ങളും പ്രതിസന്ധികളും കടന്നു വന്നപ്പോൾ നിൻ്റെ കാല് മണ്ണിനോട് തട്ടാതെ വണ്ണം നിന്നെ ഞാൻ എൻ്റെ തോളിൽ താങ്ങിയിരിക്കുകയായിരുന്നു. ഒരിക്കലും നിന്നെ കൈവിട്ടിട്ടില്ല. രോഗങ്ങളിലെ പ്രതിസന്ധികളോട് കടന്നു പോകുമ്പോൾ നിന്നെ എനിക്കറിയാം. ഈ ലോകത്തിൽ ഞാൻ ജീവിച്ചപ്പോൾ ഒരു മനുഷ്യനായിരിക്കുന്നത് കൊണ്ട് മനുഷ്യൻ നേരിടുന്ന വേദനകളും സങ്കടങ്ങളും കുറ്റപ്പെടുത്തലുകളും പഴിചാരലുകളും കണ്ണുനീരുകളും എല്ലാം, ദാരിദ്ര്യത്തിൻ്റെ അനുഭവം വരെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. നിന്നെ എനിക്കറിയാം. നിന്നെ ഞാൻ എൻ്റെ തോളിൽ താങ്ങിയിരിക്കുകയായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ജീവിതത്തിൽ സങ്കടമുണ്ടാകുമ്പോൾ, കണ്ണുനീരൊഴുക്കുമ്പോൾ, വേദനപ്പെടുമ്പോൾ, ഇപ്പോൾ ഈ ഒരു കാലഘട്ടമെന്ന് പറയുന്നത് നമ്മൾ ഒത്തിരി വേദനിക്കുന്നൊരു കാലഘട്ടമാണ്. നമ്മളുടെ
ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ കേട്ടിട്ടില്ലാത്ത പോലത്തെ, അനുഭവിച്ചിട്ടില്ലാത്ത പോലത്തുള്ള ഒത്തിരി പ്രതിസന്ധിയുടെ ഒരു കാലഘട്ടമാണിത്. എന്താകുമെന്നൊന്നും നമുക്കറിയാൻ വയ്യ. പലരുടെയും ജീവിതം ദുസ്സഹമായിക്കൊണ്ടിരിക്കുന്നു. പല പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു. മുമ്പോട്ട് പോകാൻ നിവൃത്തിയില്ലാതെ പല കാര്യങ്ങളും അടഞ്ഞു പോയിരിക്കുന്ന ഒരവസ്ഥയിൽ കടന്നു പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒത്തിരി നൊമ്പരമുണ്ട്, ഒത്തിരി കണ്ണുനീര്, ഒത്തിരി ഭാരമുണ്ട്. പക്ഷേ ഈ ഭാരങ്ങളും കണ്ണുനീരുകളും നൊമ്പരങ്ങളും അറിയുന്ന നമ്മുടെ ദൈവം അവൻ്റെ ദുഃഖത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ, അവൻ്റെ വേദനയോട് നമ്മുടെ വേദനകളെ ചേർത്ത് വയ്ക്കുമ്പോൾ അവൻ നമ്മളെ ആശ്വസിപ്പിക്കും, അവൻ നമ്മളെ ശക്തീകരിക്കും, അവൻ നമ്മളെ ബലപ്പെടുത്തും. നമ്മുടെ ദുഃഖങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നമുക്ക് ആശ്വാസം നൽകും. കർത്താവ് ഗത്സമനെ തോട്ടത്തിൽ കയറി നിന്നിട്ട് നമ്മളോട് ഈ സങ്കടങ്ങളൊക്കെ അനുഭവിക്കണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ച ക്രിസ്തു തന്നെ പൊട്ടിപ്പോകുന്നൊരു നിമിഷമുണ്ട് അവിടെ. ക്രിസ്തു ഗത്സമനെ തോട്ടത്തിൽ ഇങ്ങനെ മൊട്ടുവിൽ നിന്നിട്ട് ആ രക്തം വാർത്ത് പ്രാർത്ഥിക്കുകയാണ്, കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ. ഈ യെരുശലേമിൽ വരിക്കാനിരിക്കുന്നതായ ക്രൂശുമരണത്തെക്കുറിച്ചും പീഡനത്തെക്കുറിച്ചും ഒക്കെ ഓർത്ത് രക്തം വിയർത്ത് ഉള്ളം കലങ്ങി നമ്മളൊക്കെ ചിലപ്പോൾ പ്രതിസന്ധി നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന പോലെ ക്രിസ്തു പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുത്തു മാറ്റണമേ. പക്ഷേ എടുത്തു മാറ്റിയില്ല. മറിച്ച് അവിടെ ഒരു വചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നുണ്ട്, സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ വന്ന് അവനെ ബലപ്പെടുത്തി. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ചില സങ്കടങ്ങളും ചില വേദനകളും കണ്ണുനീരുകളും പൂർണ്ണമായിട്ട് വിട്ടുമാറണമെന്നില്ല. പക്ഷേ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനെ നമ്മളിലേക്ക് അയച്ച് അതിനെ അതിജീവിക്കാനുള്ള കരുത്ത് നമുക്ക് പകർന്നു നിൽക്കും. പൗലോസ്ലീഹ പ്രാർത്ഥിച്ചു ജഡത്തിലെ മുള്ളു മാറ്റുന്നതിന് വേണ്ടി 3 തവണ പ്രാർത്ഥിച്ചു. പക്ഷേ അതെടുത്തു മാറ്റിയില്ല, മറിച്ച് എൻ്റെ കൃപ നിനക്ക് മതി. ചില സങ്കടങ്ങൾ അങ്ങനെയാണ്. ചില വേദനകളും ചില കണ്ണുനീരുകളും ചില ഭാരങ്ങളും അത് നമ്മളിൽ നിന്ന് പൂർണ്ണമായിട്ട് നീങ്ങിപ്പോയില്ലെങ്കിലും അതിനെ അതിജീവിക്കാനുള്ള കരുത്ത് ദൈവം നമുക്ക് പ്രധാനമായി തീരും. എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുകയാണ്. കണ്ണുനീരുകൾ, വേദനകൾ, സങ്കടങ്ങൾ, പ്രയാസങ്ങൾ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നത് നമ്മൾ ക്രിസ്ത്യാനിയായിരിക്കുന്നത് കൊണ്ടാണ്. നമുക്ക് തന്നിരിക്കുന്ന ഒരു വരദാനമായിട്ട് അതിനെ കാണണം. ക്രിസ്തുവിൻ്റെ ക്രൂശിനോട്, ക്രിസ്തുവിൻ്റെ കഷ്ടതയോട് ഒന്ന് ചേർന്ന് നിൽക്കുവാൻ, അതിനോടൊന്ന് താതാത്മ്യപ്പെടുവാൻ, അവൻ കുടിച്ച പാനപാത്രത്തിൽ നിന്ന് ഒരു സ്ലിപ്പെങ്കിലും നമുക്ക് എടുക്കുവാനുള്ള ഒരവസരമാണ് നിത്യജീവിതത്തിലെ നമ്മുടെ സങ്കടങ്ങളെന്നും നമ്മുടെ കണ്ണുനീരുകളെന്നും ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ കുലീനമായിട്ട് നമ്മുടെ സങ്കടങ്ങളെ നേരിടാൻ നമുക്ക് സാധിക്കും, അതിനെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കും. സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ വന്ന് നമ്മളെ ബലപ്പെടുത്തും. ഈ പ്രത്യേക കാലഘട്ടത്തിൽ, ഈ ലോക്ക്ഡൗണിൻ്റേതും ഈ കൊറോണ വൈറസിൻ്റേതുമായ ഒരു ഭീതിയിൽ നമ്മൾ കഴിയുന്നതായ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സങ്കടങ്ങളും കണ്ണുനീരുകളും മനസ്സിലാക്കുന്ന, വേദനകളെ തിരിച്ചറിയുന്ന ഒരു ദൈവമാണ് നമ്മളുടെ തിരിച്ചറിവോടുകൂടെ അതിനെ അതിജീവിക്കുവാൻ, അവൻ്റെ മുമ്പാകെ മുട്ടുമേൽ നിന്ന് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുവാൻ, നമ്മുടെ പാപങ്ങളെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് ഒരനുതാപത്തിൻ്റെ അവസ്ഥയിലേക്ക് ആ കണ്ണുനീരിലൂടെ കടന്നു വരുവാനും പ്രത്യാശയോടെ ജീവിക്കുവാനും നമുക്ക് മുഖാന്തരമായി തീരട്ടെ. ഈ വചനം അതിന് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.